പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, സൂപ്പർ താരമായ റോമൻ റെയ്ൻസ് വീണ്ടും അച്ഛനായിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. റസൽ വോട്സിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ റോമൻ റെയ്ൻസ് ആറാമതും അച്ഛനായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. റോമൻ റെയ്ൻസിൻ്റെ ഒരു മാറി നിൽക്കൽ ഈ ഒരു കാരണം കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടും റോമൻ റെയ്ൻസ് മാറി നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ടും റോമൻ റെയ്ൻസ് റിട്ടേൺ കുറച്ചും കൂടി വൈകിപ്പിച്ചതാകാനും സാധ്യതയുണ്ട്. എന്നാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാർത്തകൾ വന്നിട്ടില്ല. പക്ഷേ റോമൻ റെയ്ൻസ് ആറാമതും അച്ഛനായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. റോമൻ റെയ്ൻസിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് റോമൻ റെയ്ൻസ് അകറ്റി നിർത്തുന്ന ഒരു ഘടകമാണ്. റോമൻ റെയ്ൻസിൻ്റെ വൈഫ്, റോമൻ റെയ്ൻസിൻ്റെ മക്കൾ, അവരെയൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് റോമൻ റെയ്ൻസ് ഉൾക്കൊള്ളിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും അത്തരത്തിലുള്ള ഒരു വീഡിയോസോ ഫോട്ടോസോ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. പണ്ടത്തെ ഒരു ഫോട്ടോസൊക്കെ ലഭിക്കുമെന്നെങ്കിലും ലേറ്റസ്റ്റ് റോമൻ റെയ്ൻസ് ഇത്രയും വലിയൊരു സ്റ്റാർഡമൊക്കെ കിട്ടിയതിന് ശേഷം അവർക്കൊപ്പമുള്ള ഒരു ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്കങ്ങനെ ലഭിക്കില്ല. കാരണം റോമൻ റെയ്ൻസ് ഫാമിലിയെ എപ്പോഴും ഒരു പ്രൈവറ്റ് ആക്കി വെക്കാറാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ റോമൻ റെയ്ൻസിൻ്റെ ഫാമിലിയെ സംബന്ധിച്ചുള്ള, അതായത് റോമൻ റെയ്ൻസിൻ്റെ വൈഫ്, മക്കൾ, ഇവരെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ അപൂർവങ്ങളായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളൂ. അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. റോമൻ റെയ്ൻസിന് 6 മക്കൾ എന്ന് പറയുമ്പോൾ റോമൻ റെയ്ൻസിൻ്റെ ആദ്യ കുട്ടി ജനിക്കുന്നത് 2007 പിന്നീട് ജനിച്ച അത് ഒരു ട്വിൻസ് ആയിരുന്നു. പിന്നീടും ജനിച്ചത് ട്വിൻസ് ആയിരുന്നു. അങ്ങനെ 5 മക്കൾ. ഇപ്പോൾ ഇത് 6ാമത്തെ കുട്ടി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയ്ൻസിന് മത്സരം ഉണ്ടായിരിക്കും. അതിന് മുൻപ് റോമൻ റെയ്ൻസ് തിരികെ വരും എന്നുള്ളത് കൺഫേം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. അത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടതുള്ളത്. എന്തായാലും റോമൻ റെയ്ൻസിനെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. റോമൻ റെയ്ൻസ് ആരാധകർ റോമൻ റെയ്ൻസിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റും റോമൻ റെയ്ൻസിനെ സംബന്ധിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റോമൻ റെയ്ൻസിനെ മാത്രമല്ല മറ്റൊരു സൂപ്പർ താരമായ കോഡി റോഡ്സിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. റോമൻ റെയ്ൻസ് സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന വീഡിയോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വമ്പൻ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അഗുമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും റോമൻ റെയ്ൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോഡി റോഡ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് അറിയാൻ സാധിക്കുന്നത്, ഇതേ സിനിമയിലേക്ക് കോഡി റോഡ്സും ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോഡി റോഡ്സിനും ഒരു ക്യാരക്ടർ, അതും വലിയൊരു ക്യാരക്ടർ, റോമൻ റെയ്ൻസിനെ പോലെ ഒരു പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോഡി റോഡ്സിനെ സംബന്ധിച്ച് ഹോളിവുഡ് പുതുമയുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം കാമിയോ റോളുകളും മറ്റും ചെയ്തുകൊണ്ട്, ഗസ്റ്റ് അപ്പിയറൻസുകളും മറ്റും ചെയ്തുകൊണ്ട് ഇതിനു മുൻപ് തല കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ സംബന്ധിച്ച് വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയല്ല. പക്ഷേ സൂപ്പർ താരമായ റോമൻ റെയ്ൻസ് അഭിനയിക്കുന്ന അതേ മൂവിയിൽ തന്നെ നിലവിൽ റോമൻ റെയ്ൻസിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളിയായിട്ട് കാണിച്ചു നിർത്തിയിട്ടുള്ള കോഡി റോഡ്സും കൂടി അഭിനയിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ കോഡി റോഡ്സും റോമൻ റെയ്ൻസും ഈ സിനിമയിൽ ഫേസ് ടു ഫേസ് വരുമോ? ഇനി അഥവാ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലേക്കുള്ള ഒരു രംഗങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതും വെച്ചിട്ടൊരു സ്റ്റോറി ബിൽഡപ്പൊക്കെ ഇനി WWE നടക്കാൻ സാധ്യതയുണ്ടോ? ഇവർക്ക് തമ്മിൽ ഒരു മത്സരത്തിനും കൂടി സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഹോളിവുഡിൽ ഇരുവരും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോറിയിൽ പ്രൊമോഷനിലൊക്കെ പറഞ്ഞ് അവർ ഗംഭീരമായിട്ടുള്ള നല്ലൊരു കഥ WWE പ്രൊഡ്യൂസ് ചെയ്യാനും താല്പര്യപ്പെട്ടേക്കും. അപ്പോൾ എന്തായാലും കോഡി റോഡ്സിനെയും ഈ സിനിമയിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഡിസ്കഷൻസ് കോഡി റോഡ്സുമായിട്ട് അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഹോളിവുഡ് സിനിമ അപ്ഡേറ്റ്സുകൾ പങ്കുവെക്കുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റോമൻ റെയ്ൻസിൻ്റെ പോലെ റോള് കൺഫേം ആയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ സെത്ത് റോളിൻസിൻ്റെ പ്ലാൻ ബി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്ലാൻ ബി എന്ന് പറയുന്നത് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് പുതിയ മെമ്പറിനെ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. നിലവിൽ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലെ മെമ്പേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള റെസ്ലേഴ്സാണ്. ബ്രോൺ ബ്രേക്കർ ആയാലും ബ്രോൺസൺ റീഡ് ആയാലും ആർക്കെതിരെ എപ്പോഴും അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു റെസ്ലേഴ്സാണ്. പോൾ ഹേമനെ പോലെ വളരെ സ്ട്രാറ്റജിക്കായി മൂവ് ചെയ്യുന്ന ഒരു മാനേജറും കൂടി ഉള്ളപ്പോൾ സെത്ത് റോളിൻസിന് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണെങ്കിലും ഇപ്പോൾ സെത്ത് റോളിൻസിന് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് പറയേണ്ടി വരും. കാരണം സെത്തിൻ്റെ എതിരെ നിൽക്കുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനേക്കാൾ കൂടുതലാണ്. CM പങ്ക്, LA നൈറ്റ്, പെൻഡ, ജെ ഊസോ, സാമി സെയിൻ, ഇനി തിരികെ വരാൻ പോകുന്ന സൂപ്പർ താരമായ റോമൻ റെയ്ൻസും കൂടി വരുമ്പോൾ സെത്തിന് ഒരു അഡ്വാൻറ്റേജും ഈ ഒരു സ്റ്റോറിയിൽ ലഭിക്കാത്ത രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്കാണ്
കടക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലാൻ ബി ആയി സെത്ത് റോളിൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ എതിരെ നിൽക്കുന്ന ഈ നായകന്മാരുടെ ടീമിൽ നിന്ന് ഒരാളെ സെത്ത് അടർത്തിയെടുത്തുകൊണ്ട് സെത്തിൻ്റെ ഫാക്ഷനിലെ ഒരു മെയിൻ മെമ്പറായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ അടർത്തിയെടുക്കുകയാണെങ്കിൽ അത് സാമി സെയിൻ എന്ന് പറയുന്ന റെസ്ലറിനെ ആയിരിക്കാനും സാധ്യതകളുണ്ട്. സാമി സെയിനും ഒരു വില്ലനാകുന്നതിൻ്റെ ഒരു സൂചനകളൊക്കെ ഇതിനോടകം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പലരുടെയും ഒരു സംശയമായിട്ട് വരുന്ന ഒരു പോയിന്റ്, സാമി സെയിനെ ഇവർ ബ്രൂട്ടലായി ആക്രമിക്കുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഇക്കഴിഞ്ഞ റോയിലടക്കം കാണിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ സാമി വരും എന്ന് പറയാൻ എന്താണ് ലോജിക്ക് എന്നുള്ളതാണ്. WWE സ്റ്റോറി, WWE സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചവർക്കറിയാം. ഷീൽഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സെത്ത് റോളിൻസ് എന്ത് കാരണം കൊണ്ടാണ് റോമൻ റെയിൻസിനെയും അതുപോലെ തന്നെ ഡീൻ ആംബ്രോസിനെയും ഒരൊറ്റ രാത്രി കൊണ്ട് അടിച്ച് ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു രീതിയിലേക്ക് മാറിയത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ച് വെക്കുന്ന ഒരു ഓഫർ അത് സെത്ത് സ്വീകരിച്ചു. സെത്ത് വില്ലനായി മാറുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചു. അതുപോലെ സാമിക്ക് മുന്നിൽ സെത്ത് നല്ലൊരു ഓഫർ വയ്ക്കുന്നു, വേൾഡ് ചാമ്പ്യൻ ആകാൻ ഞങ്ങൾ സഹായിക്കാം, നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് ഞാൻ മുമ്പ് വെച്ചിട്ടുള്ള ഒരു ഓഫർ അതൊരിക്കൽ കൂടി വെക്കുന്നു, നീ ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് സാമിയെ കൂടെ ചേർത്താനും സെത്തിന് സാധിക്കും. സാമി സെയിൻ എന്ന് പറയുന്ന ഒരു പേര് ഉദാഹരണത്തിന് പറഞ്ഞതാണ്. സാമി അല്ലെങ്കിൽ ജെ ഊസോ അല്ലെങ്കിൽ പെൻഡ, ഇവരെയൊക്കെ ആരെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും പ്ലാൻ ബി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു എക്സിക്യൂഷൻ നടത്തിയാൽ മാത്രമേ പ്ലാൻ ബി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ലഭിക്കുകയുള്ളൂ. ഇനി അതല്ല, പുതിയൊരു മെമ്പറിനെയാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ്, ഇവരെക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏത് താരമാണ് നിലവിൽ ആക്റ്റീവായിട്ട് റോയിലോ സ്മാക്ഡൗണിലോ ഉള്ളത് എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.